ഹലോ ഫ്രണ്ട്സ്, യാമീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു വൺ ഡേ ട്രിപ്പ് പോയതിൻ്റെ വീഡിയോസാണ് ഇട്ടിരിക്കുന്നത്. കുറച്ച് ദിവസത്തിന് മുന്നേ തന്നെ എൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ പോകുന്ന യോഗ സെൻറ്ററിൽ നിന്നാണ് പോയിട്ട് ഉള്ളത് കേട്ടോ. ഒരുപാട് ആൾക്കാരുമായിട്ടാണ് അവിടെ വൺ ഡേ ട്രിപ്പ് പോയത്. പാലരുവി, തെന്മല പവർ സ്റ്റേഷൻ, അങ്ങനെ നമ്മൾ വഴിയിൽ കുറച്ച് അമ്പലം അവിടെയൊക്കെ കണ്ട സ്ഥലങ്ങളൊക്കെ ഇറങ്ങി അങ്ങനെയല്ലേ. അപ്പോൾ ഈ അമ്പലത്തിൽ ഇത് മഹാദേവൻ്റെ ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഈ അമ്പലത്തിൽ പ്രധാന വഴിപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനൂട്ട് വഴിപാടാണ്. മീനുകൾക്ക് ആഹാരമൊക്കെ കൊടുക്കുന്ന ഒരു വഴിപാടുണ്ട്, അതാണ് മീനൂട്ട് വഴിപാട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് നേരെ തെന്മല പവർ സ്റ്റേഷനിലോട്ടാണ് പോയത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വണ്ടിയൊക്കെ ഇട്ടിട്ട് ഒരുപാടൊന്ന് നടന്ന്, ഒരു ഫോറസ്റ്റ് ഏരിയയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നടന്ന് നേരെ ഇനി അകത്തോട്ട് വന്നാൽ മാത്രമേ നമുക്ക് അതായത് ഈ ഡാമിൻ്റെ മുകളിലെത്താനും ഡാമൊക്കെ കാണാനും ഒക്കെ പറ്റുള്ളൂ. ഒരുപാടൊന്ന് നടക്കണം കേട്ടോ. അപ്പം നടന്ന് ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ, നടന്നിനി കയറാനായിട്ട്, സ്റ്റെപ്പൊക്കെ കയറി വരാനായിട്ട്. അതായത് പ്രായം ആയ അമ്മമാരെ പോലെയുള്ളവർക്കൊന്നും കയറി പെട്ടെന്ന് ഡാം കാണാനോ ഒന്നും പറ്റില്ല. അത്രമാത്രം സ്റ്റെപ്പുണ്ട് കേട്ടോ കയറി കാണാനായിട്ട്. ഒരു കുത്തനെ കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ കയറി ഒരുപാട് ടോപ്പിലെത്തിയാൽ മാത്രമേ നമുക്ക് ഇതുണ്ടല്ലോ ഡാം കാണാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ ഡാം കാണാൻ പറ്റത്തുള്ളൂ. അതിനിപ്പോൾ പിന്നെ നമ്മൾ കയറി പോയപ്പം അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മളാകെ തളർന്നായിരുന്നു. പിന്നെ അപ്പോൾ ഡാമിൻ്റെ മുകളിലുള്ള കാര്യങ്ങളാണ് ഇത്. ഡാമിൽ നമ്മൾ താഴോട്ട് നോക്കുക, ഇതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ എനിക്കാണ് ഇങ്ങനെ നിന്ന് നോക്കാനൊക്കെ ഭയങ്കര പേടിയുള്ള ആളാണ് കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ചൊന്ന് വീഡിയോസ് എടുത്ത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഓരോന്നും വിശദമായിട്ട് പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല, എങ്കിലും ഞാൻ വീഡിയോസ് ഞാൻ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെപ്പറ്റിയൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അപ്പം ഇവിടെ തൊട്ടടുത്തായിട്ട് എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അത് ജനറേറ്ററാണോ ഇത് ജനറേറ്ററാണോ ഘടിപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ അകത്തോട്ട് കയറുമ്പോൾ ഒരു പാർക്കുണ്ട് കേട്ടോ, കുട്ടികൾക്ക് കളിക്കാനും നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. അതായത് കുട്ടികൾക്ക് കളിക്കാനും റീൽസ് എടുക്കാനും അങ്ങനെയൊക്കെ പറ്റിയൊരു സ്ഥലം. അവിടെ നേരെ അകത്തോട്ട് കയറി അവിടെ ആ പാർക്കിലൊക്കെ കുറച്ച് നേരം കുട്ടികളുമായിട്ടൊക്കെ ഒന്ന് കളിച്ചിട്ട് തിരിച്ചു വരികയാണ്. അവിടെ നിന്ന് നേരെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവിടെ എന്തോ പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ വീണ്ടും തിരിച്ച് നമ്മൾ നിന്ന ഭാഗത്തോട്ട് തന്നെ വന്ന് പുറത്തിറങ്ങി. അപ്പോൾ ഇത് ഒരു മരത്തിൽ ഉടുമ്പ് എന്നൊരു ജീവി ഇങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ. അതിപ്പോൾ അതിൻ്റെ സൂം ചെയ്ത് എനിക്ക് കറക്റ്റ് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ലേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ അടുത്തതായിട്ട് പോണത് പാലരുവിയിലോട്ടാണ് നമ്മൾ പോണത്. പാലരുവി എന്ന് വെച്ചാൽ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. അവിടെ നല്ല ഇതാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് അവിടെ പോണത്. അപ്പോൾ ഇപ്പം പോയ സമയത്ത് ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നേരത്തേതിനേയും കാലും ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഇങ്ങനെ പാലരുവിയിലോട്ട് പോവുകയാണ്. അവിടെ നിന്ന് നേരെ ചെല്ലുമ്പോഴത്തേക്കും ഒരു ഫ്രണ്ട് പോർഷനുണ്ട്, ഇതാണ് ഫ്രണ്ട് പോർഷൻ. ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും പടി കയറി പോകുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ പാലരുവി അതായത് പാല് പോലെ വെള്ളം വരുന്നതിനെയാണ് പാലരുവി എന്നാണ് പറയുന്നത്. എനിക്ക് കറക്റ്റ് കാര്യം എനിക്കറിയില്ല. നല്ല രസമുണ്ട് കാണാനായിട്ട്, പാല് പോലെ വെള്ളം ഇങ്ങനെ പോകുന്നത്. അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തെറിച്ച് നമ്മളെ പുറത്തോട്ടൊക്കെ വീഴും. ഭയങ്കര തണുപ്പാണ്, നല്ല രസമാണ് കേട്ടോ. അവിടെ ചെന്ന് നിന്നാൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി വരാൻ പോലും തോന്നില്ല, അത്രമാത്രം നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഞാൻ അവിടെ നിന്ന് നേരെ നമ്മൾ കുളിച്ച് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് പോയി കാണണം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങൾ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ.